നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിൽ ഒരു സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാനൊന്ന് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. പ്രത്യേകം പറയുന്നുണ്ട്, ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അയാൾ പല കാര്യങ്ങളും നല്ലതും പറയുന്നുണ്ട്, മോശവും പറയുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മോശം കണ്ടിട്ട് നല്ലതിനെ കണ്ണടച്ച് നമുക്ക് ഇരിക്കാനും പറ്റില്ല. നല്ലതും മോശവും ചെയ്യുന്നുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്ന പോലെ രണ്ട് സ്വഭാവമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല ആ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ. പക്ഷേ ഈ ഒരു കേസിനെതിരെ അദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, വിഷ്വൽസാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു കേസിന് മാത്രം ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ആ ഒരു കേസ് ഇന്നിപ്പം വിധി വരുന്നുണ്ട്, നമുക്കറിയില്ല എന്താ ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു കേസിന് മാത്രമായിട്ട് സർക്കാർ കൊടുക്കുന്ന സപ്പോർട്ട്, ഒരു സ്ത്രീയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്നിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്, എല്ലാ കേസുകളും ഒരേപോലെ തന്നെ എടുക്കും, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ്. പക്ഷെ നടക്കുന്നത് പലതും പല രീതിയിലാണ്. ബോച്ചയ്ക്ക് നാളെ 100% ജാമ്യം കിട്ടും. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇപ്പം റെഗുലർ ജാമ്യമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ രാമൻപിള്ളയ്ക്ക് പോലും അറിയില്ല എന്തായിരുന്നു ഈ രഹസ്യ മൊഴി കൊടുത്തതെന്ന്. തീർച്ചയായും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഹണി റോസിനൊരു കൂടുതൽ ഫേവർ കിട്ടിയില്ലേ, ഒരു കൂടുതൽ